പ്രൈസ് ദി ലോർഡ്. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം. അല്പനേരം ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ പോകുന്നു. എന്നെ ചിന്തിപ്പിച്ചതായ ചില തിരുവചന ഭാഗങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ തിരുവചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, തിരുവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു തിരുവചന ഭാഗം ഞാൻ വായിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യമാണ്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള വേദഭാഗമാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 3-4 തിരുവചന ഭാഗങ്ങൾ വായിക്കുന്നു ഇങ്ങനെ. റോമാലേഖനം 5-3-4 വാക്യങ്ങൾ. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തുന്നു. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. ആമേൻ. അതുകൊണ്ട് നാം കഷ്ടങ്ങളിലും സന്തോഷിക്കുന്നു. വചനം പറയുന്നു, കഷ്ടം സഹിപ്പാൻ കൂടെ വരം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ഈ റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യത്തെ ആസ്പദമാക്കിയാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് കഷ്ടത? എന്താണ് സഹിഷ്ണുത? എന്താണ് സിദ്ധത? എന്താണ് പ്രത്യാശ? യഥാർത്ഥ കഷ്ടത ദുരിതം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ചില സന്ദർഭങ്ങൾ. ആമേൻ. പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല, ഉപവസിക്കാത്തത് കൊണ്ടല്ല, ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കാത്തത് കൊണ്ടല്ല, എങ്കിലും ചില വ്യക്തി ജീവിതങ്ങളെ ദൈവം വിശ്വാസത്തിലേക്ക് നയിക്കുന്ന സമയം മുതൽ അവിടുന്ന് അങ്ങോട്ട് കഷ്ടതയുടെ ഒരു തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന അനേകം ആളുകളെ നമുക്ക് ചുറ്റും കാണുവാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർക്ക് കഷ്ടം വരുന്നത് എന്ന് ചിലർ പറയുന്നത്, അവർക്ക് വലിയ പാപങ്ങൾ ഉണ്ടായിട്ടാണ്, അവർക്ക് വലിയ ശാപങ്ങൾ ഉണ്ടായിട്ടാണ്, വലിയ പാരമ്പര്യ എന്തോ വിഷയം ഉണ്ടായിട്ടാണെന്നൊക്കെ പലരും പലതരത്തിലും വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഈ പകലിൽ അങ്ങനെ ഭാരപ്പെടുന്ന ഹൃദയത്തിലേക്ക്, ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് എടുത്തു പറയുന്നു, കഷ്ടം സഹിക്കുവാൻ നിങ്ങൾക്ക് ഒരു വരം നൽകിയിരിക്കുകയാണ്. ഇത്രത്തോളം ഒന്നിന് പിറകെ ഒന്നൊന്നായിട്ട് കഷ്ടത്തിൻ്റെ ഒരു വലിയ പട്ടിക നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടും എന്തുകൊണ്ടാണ് ദൈവത്തെ തള്ളിപ്പറയാത്തത്? എന്തുകൊണ്ടാണ് ദൈവത്തെ ഉപേക്ഷിക്കാത്തത്? ദൈവം നമ്മെ വിളിച്ചു, വേർതിരിച്ചു. നമുക്കായി ആമേൻ ചില അവകാശങ്ങളും അനുഗ്രഹങ്ങളും ഉയരത്തിലുണ്ട്. ഇവിടുത്തെ താൽക്കാലികമായ ഒരു അഭിവൃദ്ധിയോ, ഇവിടുത്തെ താൽക്കാലികമായ ഒരു ഉയർച്ചയല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആമേൻ. സ്വർഗത്തിലേക്ക് എത്തപ്പെടുവാൻ, സ്വർഗത്തിൽ ആ പിതാവിനോട് കൂടെ ആ ദൈവത്തിൻ്റെ ആ ആഗ്രഹത്തിൽ, ആ ദൈവരാജ്യത്തിൽ നാം പ്രവേശിക്കണം. അവിടെ നിത്യനിത്യ യുഗങ്ങളായി അവനോടുകൂടെ വാഴണം എന്നുള്ള ഒരു മഹൽ ഭാഗ്യ പദവി എനിക്ക് നിങ്ങൾക്കും കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ കഷ്ടങ്ങൾ ഒരു സാരമില്ല എന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ കഷ്ടത ഒരു ദുരിതമാണ്. നേരത്തെ പറഞ്ഞ ചില വിഷയങ്ങൾ എന്തെല്ലാം വരുന്നു ഒന്നിനു പിറകെ ഒന്നൊന്നായിട്ട്. രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും പലവിധമാകുന്ന ശോധനകളും ആമേൻ നമുക്കടിക്കടി വരുമ്പോഴും ദൈവത്തിൽ നിന്നുള്ള പ്രത്യാശ നമ്മൾ ഉപേക്ഷിക്കുന്നില്ല. ദൈവത്തോടുള്ള വിശ്വാസം നമ്മൾ കളയുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് തിരുവചനത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ കഷ്ടത, ദുരിതം,
പലവിധമാകുന്ന ദുരിതങ്ങൾ. എന്താണ് സഹിഷ്ണുത? ആമേൻ. യഥാർത്ഥത്തിൽ സഹിഷ്ണുത നമുക്ക് തരുന്നത് ക്ഷമ വളർത്തുവാൻ വേണ്ടി. ആമേൻ എന്ന് പറഞ്ഞാൽ ആമേൻ ക്ഷമിക്കുവാനുള്ള കഴിവ്, പൊറുക്കുവാനുള്ള കഴിവ്, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള കഴിവ്, ആമേൻ എതിർവാക്ക് പറയാതെ ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വരുവാൻ ആമേൻ സഹിഷ്ണുതയിൽ കൂടെ ദൈവം നമ്മെ നടത്തുകയാകുന്നു. ഹല്ലേലൂയ. മുമ്പ് നാം അതിക്രമക്കാരും, മുമ്പ് നാം പാപികളും കൊള്ളരുതാത്തവരുമൊക്കെ ആയിരുന്നു. എന്നാൽ ആമേൻ സഹിഷ്ണുതയിൽ കൂടെ ദൈവം നമ്മെ ക്ഷമ പഠിപ്പിച്ചു. ആമേൻ. ദൈവം നമ്മെ താഴ്മ പഠിപ്പിച്ചു, സൗമ്യത പഠിപ്പിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സഹിഷ്ണുത തരുന്നത് ആമേൻ ക്ഷമ നമ്മിൽ വർദ്ധിക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അടുത്തത് സിദ്ധത. സിദ്ധത എന്ന് പറയുമ്പോൾ ആമേൻ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ യഥാർത്ഥമായ വിശ്വാസ പോരാളിയായി മാറുവാൻ ആമേൻ അവനെ ഒരു സിദ്ധതയിലേക്ക് നയിക്കുകയാണ്. ഏത് സാഹചര്യത്തിലും ആ വ്യക്തിയെ കൊണ്ടുപോയിട്ടാൽ അവിടെ വാടാതെ നിൽക്കും. നമ്മൾ പറയാറില്ലേ, ആമേൻ തീയിൽ കുരുത്തത് വെയിലത്ത് വാടുമോ എന്ന്. അപ്രകാരം ഏത് സന്ദർഭത്തിലും, ഏത് അവസ്ഥയിലും, ഏത് പ്രയാസത്തിലും ആ മനുഷ്യൻ, ആ വ്യക്തി പിടിച്ചു നിൽക്കും. അത് ഏത് സാഹചര്യമാണെങ്കിലും, എത്ര വലിയ കൊട്ടാരമാണെങ്കിലും, എത്ര ചെറിയ ചെറ്റക്കുടിലാണെങ്കിലും അതിനകത്ത് പോലും സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള ഒരു പ്രാപ്തി, ഒരു ജയം ആ മനുഷ്യന് കൊടുക്കും. കാരണം അത് കൊടുക്കുവാൻ കാരണം കഷ്ടതയിൽ കൂടെ വന്ന ഒരു മനുഷ്യനായിരിക്കും, സഹിഷ്ണുതയിൽ കൂടെ വന്ന ഒരു മനുഷ്യനായിരിക്കും. ഒടുവിൽ കഷ്ടവും സഹിഷ്ണുതയും അതിൽ ജയം കണ്ടെത്തി ഒടുവിൽ ഏത് സാഹചര്യത്തെയും ജയിക്കുവാൻ തക്കതായ ഒരാത്മീകമായ ജീവിതം, ഒരു ലൈഫ് ആ മനുഷ്യനുണ്ടാകും. അതാണ് സിദ്ധത. ഏത് സാഹചര്യത്തിലെയും കടന്നു പോകും. ആമേൻ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ആമേൻ. ആ സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. ഹല്ലേലൂയ. ഈ കഷ്ടവും ഈ സഹിഷ്ണുതയും ഈ സിദ്ധതയും ഒക്കെ പ്രാപിച്ച വ്യക്തിക്ക് ഒരു പ്രത്യാശ ഉണ്ടാകത്തുള്ളൂ. ഇതെന്താണ് പ്രത്യാശ? ഇവിടുത്തെ കഷ്ടങ്ങൾ സാരമില്ല, ഇവിടുത്തെ ആമേൻ ദുരിതങ്ങൾ സാരമില്ല, ഇവിടുത്തെ പ്രശ്നങ്ങൾ സാരമില്ല, ഉയരത്തിൽ എനിക്കൊരു പ്രതിഫലമുണ്ട്. ആ പ്രത്യാശ നമുക്കുണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് കഷ്ടങ്ങളിലും നാം പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. കരുത്താർജിച്ച ഒരു വ്യക്തിത്വത്തിന് ഉടമയായി മാറും. ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു ധീര, ഒരു ഭടനെ പോലെ ആയി മാറും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഇടയായിത്തീരില്ല. കാരണം കഷ്ടതയിൽ കൂടെ വളർന്നു വന്ന വ്യക്തിയാണ്, സഹിഷ്ണുതയിൽ കൂടെ വളർന്നു വന്ന വ്യക്തിയാണ്. അതുമാത്രമല്ല, ഒടുവിൽ ഒരു സിദ്ധതയിലേക്ക് എത്തപ്പെടുകയാണ് ആ മനുഷ്യൻ. എന്താണ് സിദ്ധത? അവൻ ജയം പ്രാപിച്ച ഒരു മനുഷ്യൻ. ഏതൊക്കെ നിലയിലും ഏതൊക്കെ തുറകളിലും അകപ്പെട്ടു പോയാലും അവൻ അവിടെയെല്ലാം ജയത്തോടെ പോരുന്ന ഒരു വിശ്വാസത്തിന്റെ ഉടമയായി മാറും. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിൽ കൊണ്ടുപോയിട്ടാലും അവിടെയെല്ലാം ആ മനുഷ്യൻ ജയം പ്രാപിച്ചു വരും. അത് സാമ്പത്തികം കൊണ്ടല്ല, അത് കഴിവ് കൊണ്ടല്ല, മിടുക്ക് കൊണ്ടല്ല, ആ മനുഷ്യൻ വിശ്വാസം കൊണ്ടും അതിനെ ഓവർടേക്ക് ചെയ്യും. അതുകൊണ്ട് ദാവീദ് പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൽ നേരെ പാഞ്ഞുചെല്ലും, എൻ്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കും. ഹല്ലേലൂയ. കാരണം കഷ്ടതയുടെ അനുഭവത്തിൽ കൂടെയാണ് ദാവീദ് കടന്നുപോയത്. അവൻ സഹിഷ്ണുതയുടെ അനുഭവത്തിൽ കൂടെയാണ് ദാവീദ് കടന്നുപോയത്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ദാവീദിനെ കൊണ്ടുപോയിട്ടാൽ അവിടെ ചങ്കൂറ്റത്തോടെ നിൽക്കുവാൻ കഴിയും. ഇന്ന് പകൽ ഈ കഷ്ടതയും ഈ സഹിഷ്ണുതയും നിനക്ക് ഒരു സിദ്ധത ലഭിക്കുവാൻ വേണ്ടിയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. വാടി തുറന്നു പോകാതിരിപ്പാൻ, ഒറ്റപ്പെട്ടു പോകുമ്പോഴും ഉറപ്പോടെ നട്ടല്ലോടെ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി ദൈവം നിനക്കൊരു സിദ്ധതയിലേക്ക് നയിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഞെരുക്കവും ഈ സഹിഷ്ണുതയും ഒക്കെ കണ്ട് ഭാരപ്പെടേണ്ട, അതൊരു സിദ്ധതയ്ക്ക് കാരണമായി തീരും. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് കഷ്ടത? യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളിൽ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. അതുകൊണ്ട് ഓരോ കഷ്ടതയും ഓരോ പരിശോധനയും വരുമ്പോൾ ദൈവം നമ്മുടെ വിശ്വാസത്തിന്റെ സ്ഥിരത അളന്നു നോക്കുകയാണ്. ഹല്ലേലൂയ. അത് എല്ലാവർക്കുമില്ല ആ വിശ്വാസത്തിന്റെ ആ സ്ഥിരത അളന്നു നോക്കുന്ന അനുഭവം. ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഏറ്റവും ആമൻ ഇഷ്ടപ്പെടുന്ന
ചില വ്യക്തിത്വങ്ങളോട് മാത്രമേ ദൈവത്തിന് അങ്ങനെ ചെയ്യുവാൻ കഴിയുള്ളൂ. നോക്കുക, ആ വിശ്വാസത്തിൻ്റെ അളവ് അറിയുവാൻ വേണ്ടി ചില പരിശോധനയിൽ കൂടെ ആ വിശ്വാസത്തിൻ്റെ സ്ഥിരത ഒന്ന് ദൈവത്തിന് അറിയേണ്ടതിന് വേണ്ടി അവൻ നമ്മെ ഒന്ന് പിടിച്ചു കുലുക്കുന്നത് പോലെ, നമ്മെ ഒന്ന് തകർത്ത് കളയുന്നത് പോലെ ദൈവം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കും. നമ്മൾ കണ്ടിട്ടില്ലേ, കാക്കക്കുഞ്ഞ് അതിൻ്റെ കുഞ്ഞിനെ കൂട് കൊത്തി പൊളിച്ചിട്ട് ആ കൂട്ടിൽ നിന്നും ആ കാക്കക്കുഞ്ഞിനെ താഴേക്ക് കൊത്തിയിടുമ്പോൾ ഒരു പക്ഷേ ആ കാക്കക്കുഞ്ഞ് കരുതും, എന്തുകൊണ്ട് എൻ്റെ അമ്മ ഇങ്ങനെ കൊത്തി താഴേക്കിടുന്നു എന്ന്. അല്ല, ആ മരത്തിൽ തട്ടി തട്ടി താഴെ വീണും അല്പം അവിടെ കിടന്ന് ഉറുമ്പും ആ നീറുമൊക്കെ കടിക്കുമ്പോൾ അത് പറക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒടുവിൽ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആ ചിറകുകൾക്ക് ബലം വന്നിട്ട് അത് പറക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് കൂടുകളെ കൂടിളക്കി പറക്കുവാൻ നമ്മെ ശീലിപ്പിച്ചു എന്ന് പാട്ടുകാരൻ പറയുന്നത് പോലെ എനിക്ക് നിങ്ങൾക്കും വരുന്ന ഈ പ്രതികൂലങ്ങൾ നമ്മെ തകർക്കുവാനല്ല, നാം ഒരു സിദ്ധതയിലേക്ക് എത്തപ്പെടുവാൻ വേണ്ടിയാണെന്ന് പരിശുദ്ധാത്മാവ് ഈ പകലിൽ ചില ഹൃദയങ്ങളോട് ദൂത് പറയുന്നു. ആമേൻ.